ഹലോ മാഡം, എന്നാ പരിപാടി? ഇവിടെ ഫാഷൻ ഷോ വല്ലതും ഉണ്ടോ? ഹലോ, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാം. എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല കേട്ടാ. എന്നാ പരിപാടി? എന്നാ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്? അറിയത്തില്ലേ? അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഡേ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ഇവിടെ നമ്മുടെ കൗസലയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ മലയാളി അസോസിയേഷൻ്റെ അല്ല, നമുക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഈ ഗെറ്റ് ടുഗെദർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഹെൽസിങ്കിയിൽ നിന്ന് യാത്ര തുടങ്ങി നേരെ കൗസലേക്ക്. അപ്പോൾ നമ്മൾ തലേദിവസത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഈ വീഡിയോയിൽ കാണാം. ഈ വർഷം ഭയങ്കര ലക്കിയാട്ടോ, 2 ഓണം. നമ്മൾ ഓൾറെഡി ഫിമെയിൽ ആഘോഷിച്ചു വരുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊരു ഓണാഘോഷം. അപ്പോൾ അത് നേരെ കൗസലിലേക്ക് എക്സൈറ്റഡ്. ഹായ് ഡിയസ്. അപ്പോൾ നമ്മളത് കൗസലയിൽ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടുത്തെ ഇവിടെ കണ്ടൊരു പ്രത്യേകത, ഞങ്ങളിത് നൈറ്റ് നാട്ടിലെ പോണക്കൊക്കെ തന്നെ പൂ പറിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ അല്ലേ, എക്സൈറ്റഡ് അല്ലേ? ഫിൻലാൻഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നാട്ടിൽ ഇത് പൂ പറിച്ചിട്ട് നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോവാം. അപ്പം കുറേ എന്ത് പൂവാ അത്? കൊങ്ങിണിപ്പൂ ഉണ്ട്. അപ്പോൾ കൊങ്ങിണിപ്പൂവാണ് പറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ്, അതായത് ഈ ലാൻഡിൻ്റെ ഓണേഴ്സ് നമ്മളോട് പറഞ്ഞു ഓൾറെഡി ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിൻ്റർ വരാറാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പൂക്കൾ പറിച്ചെടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമ്മൾ പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കാര്യമായിട്ട് പൂക്കൾ പറിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചളികൾ, കുറേ വട്ടത്തരങ്ങൾ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പൂ പറിക്കാൻ പോകുന്നൊരു ഫീല് കിട്ടിയത് ഈ ഒരു ആക്ട് ചെയ്തപ്പോഴത്തേക്കും കേട്ടോ. ചെറുതിൽ പോവാറുണ്ടായിരുന്നു തലേദിവസം പൂ പറിക്കാനൊക്കെ, അതേ സെയിം വൈബ്. ചേട്ടൻ എനിക്ക് ഇംഗ്ലീഷ് പേരൊക്കെ പറഞ്ഞൊന്നും നോക്കുക, ഈ പൂവിൻ്റെ പേര് ഇന്നതാണ്, തമിഴ് ഇന്നതാണ്, മലയാളത്തിൽ ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ കോമഡികൾ പറയുന്നുണ്ട്. ഇച്ചു ആ പതിവ് പോലെ തന്നെ ഒരു ഹായ് തന്നിട്ടുണ്ട്. പിന്നെ വിർപ്പി ഈ ലാൻഡിൻ്റെ ഓണറാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, അതിൽ കുറേ പൂക്കൾ ഇനിയുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി വിൻ്റർ വരാറായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പൂക്കൾ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇതിലാണ്, എക്സൈറ്റിലും കാര്യങ്ങളിലുമാണ് നമ്മളെല്ലാവരും പറിച്ച് ഫുൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് അവരുടെ വീട്, അത് ചേർന്നൊരു സ്റ്റോർ റൂം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇലകളാണ് എന്നാണ്. കാരണം നമ്മുടെ ഒറിജിനൽ വീഡിയോയിൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഹലോ, ഒരു ഹായ് തരൂ. ഹായ് തന്നു. ഹലോ, ഇതൊക്കെയല്ലേ ലൈഫിൽ നമ്മൾ നാട്ടിൽ അല്ലേ ചാ, നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ഫിൻലാൻഡ് വന്നിട്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചു വയ്ക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. യെസ്, ഗ്രഹാതുരത്വം ഹാരിയസ്. അപ്പോൾ സമയം ഇപ്പം ഫിൻലാൻഡിൽ 1 മണിയായിട്ടുണ്ട്. 15-ാം തീയതി വെളുപ്പിന് 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കിടന്നിട്ടില്ല. നമ്മുടെ ഹോമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കിയോ, അത്തപ്പൂക്കൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കാണാമല്ലോ. നമ്മളിത് ഇപ്പോൾ കുറച്ച് മുമ്പേ പോയി പറിച്ചുകൊണ്ട് വന്ന പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് ഈ രീതിക്കാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു ഓണാഘോഷത്തിൻ്റെ സെറ്റപ്പൊക്കെ. അത്തപ്പൂ കൊണ്ട് ഒരു മാവേലി ചെറുതായിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നെറ്റിപ്പട്ടത്തിനടുത്ത് ആന അല്ല, അവളായിരുന്നു. പിന്നെ നമ്മുടെ സാധാരണ നമുക്ക് വിളക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചുണ്ടൻ വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. മറിച്ചിടല്ല അത്,
ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ കൊള്ളാം. അപ്പോൾ കൊള്ളത്തെ ഒരാളിരുന്ന് പോവുകയാണ്. വഞ്ചിപ്പാട്ട് പാടണം. അപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫിൻലാൻഡിലുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവരിനിപ്പോൾ ദീപം തെളിയിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം ആദ്യം നമ്മുടെ ഓണത്തപ്പിന് വിളമ്പിരിക്കുകയാണ് ഫുഡൊക്കെ. ചേട്ടൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേച്ചിയുടെ ഇവിടുത്തെ ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫിനിഷറാണ്. അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓണം. അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതാണ് നമുക്ക് സാക്ഷാൽ ബീച്ച്. ഇപ്പോൾ ഫിൻലാൻഡിലുള്ളവർ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കൗസലയിലാണ് നമ്മുടെ റാവിൻതോള മീൻസ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ദി ക്വാളിറ്റി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മുടെ തനിത് നാടൻ ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫിനിഷ് ഫ്രണ്ട്സിന് വളമ്പാനായിട്ടുള്ള എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇച്ചു ആദ്യമേ ഫസ്റ്റ് ഉപ്പൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. സ്റ്റാർട്ട് പറഞ്ഞാൽ അപ്പം തന്നെ വിളമ്പുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിനിഷ് ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ സദ്യ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ലാസ്റ്റായിട്ട് പായസം ടേസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത് ഭയങ്കര സൂപ്പറായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഫ്രണ്ട്സ്, അപ്പം ഇച്ചു അങ്ങനെ അതിസാഹസികമായി വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മുടെ ഊണ് ഫിനിഷാക്കിയിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞു. ഹെവിയാണ് ഫുഡ്. എൻ്റെ പായസത്തിൻ്റെ ഇവിടെ ബാലൻസ് ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചില്ല. എല്ലാവരും എൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവരുടെ മൂന്നാമത്തെ പന്തിയാണിത്. അപ്പം നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓണത്തിൻ്റെ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കസാരകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഭയങ്കര എന്തൊക്കെയോ കോമഡി വട്ടത്തരമൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പരിസമാപിച്ചു. പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ വന്ന് കസാരകളി അവർ മാക്സിമം അലമ്പിയാണ് ഗെയിം കളിച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനും നമ്മുടെ നായകൻ പതിവ് പോലെ തന്നെ തോറ്റിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് നാരങ്ങ സ്പൂൺ മത്സരമായിരുന്നു. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. അതും ചേട്ടന്മാരെ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അവർ ആദ്യം ഓടിയൊക്കെ കയറി നിന്ന് പക്ഷെ തോറ്റുപോയി. അത് കഴിഞ്ഞ് പിന്നെ റസ്ക് കടി പാവൻ്റെ വെച്ച് ചാടുന്ന ആട്ടം കണ്ടോ.
അയ്യോ, അവർ പിന്നെ പാർട്ട്ണർഷിപ്പിലാന്ന് തോന്നുന്നു കളിച്ചത്. വേറെ ചേട്ടൻ കയറും, ഇച്ച് റെസ്റ്റ് എടുക്കും, അതിനുശേഷം പിന്നെ പുള്ളി മാറും, പിന്നെ ഇച്ച് കയറും. അങ്ങനെയായിരുന്നു അത്. അപ്പോൾ അതും രസമുണ്ടായിരുന്നു. ശരിക്കും നാട് വിട്ടിട്ട് വന്നൊരു ഫീല് തോന്നിയേയില്ല. ഓണമെല്ലാം അടിപൊളി, ഓണക്കളികളും എല്ലാം സൂപ്പർ. പിന്നെ നമ്മുടെ ആവേശകരമായ വടംവലി. അഖില ഹൈ റേഞ്ച് വടംവലി മത്സരം അതിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. ഞാൻ ഏറ്റു. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അയ്യോ എന്റെ ദൈവമേ, എന്റെ സംഗതി എല്ലാം പുറത്തൊന്നു നോക്ക് ചന്ദ്ര. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. അപ്പോൾ ഡു വാച്ചിങ് അവർ ചാനൽ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. താങ്ക് യു.